നമുക്ക് വല്ലങ്ങ് നടന്നു തുടങ്ങാം. പിന്നെ കല്യാണം എങ്ങനെ പെട്ടെന്ന് ആയതാണോ കല്യാണം? വളരെ സമയമെടുത്ത് ആലോചിച്ച് വർഷങ്ങളെടുത്ത്. അപ്പോൾ പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു സമയമൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ആൾക്കാരെ പിടിച്ചാൽ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ജഡ്ജ്മെന്റ് ആണോ? ഒന്നും ജഡ്ജ് ചെയ്യില്ല. ഇല്ലല്ലേ? ലുക്ക് ഇതൊക്കെ ജഡ്ജ് ചെയ്യും, അതായത് മേക്കപ്പ് അങ്ങനത്തെ ഒക്കെ ജഡ്ജ് അതൊക്കെ നോക്കുള്ളൂ. ബാക്കി അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിൽക്കാം. പിന്നെ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇന്നലെ നിക്കാഹ് കഴിഞ്ഞ് സംഗീത നൈറ്റ്, പിന്നെ ഒരു DJ, ഇന്നിപ്പോൾ അതിൻ്റെ റിസപ്ഷൻ അല്ലേ? അപ്പോൾ എന്താണ് ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് എന്താണ് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഫംഗ്ഷനാണല്ലോ. അപ്പോൾ എന്താണ് ആ ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് എത്താനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തിനെ കുറിച്ച് എന്താണ് നമ്മളിത് ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഫോട്ടോഷൂട്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. മെന്റലി പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഇങ്ങനെ പ്രഷർ ചെയ്യാതെ, കല്യാണത്തിന്റെ പ്രഷർ വരരുത്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ 2 ദിവസം ഒരു ഫോട്ടോഷൂട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഓളോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, നമ്മുടെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. അല്ലാതെ മാരേജ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അത് കുറച്ച് ടെൻഷൻ, പക്ഷെ സ്റ്റിൽ എന്താ പറയാ, മാരേജും അതിന്റെ ഇടയിൽ മെയിൻ ആയിട്ട് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ അതാണ് മെയിൻ. മാരേജ് മെയിൻ ഇല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ഉദ്ദേശിച്ചത് പ്രകാരം ഇപ്പൊ ക്യാപിറ്റൽ തിയേറ്ററിന് ചൂസ് ചെയ്തു, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ക്യാപിറ്റൽ തിയേറ്ററിലേക്ക് എത്തിയത് എങ്ങനെ ഞാൻ ചോദിക്കണില്ല, കാരണം ഞാൻ സഹലിന്റെ സിസ്റ്ററുടെ കല്യാണം ഞാൻ എടുത്തിരുന്നു. പക്ഷെ എന്നാലിപ്പോ സോനക്ക് അതും കൂടെ ക്യാപിറ്റലിന് സോനക്കും കൂടെ പറ്റണല്ലോ. എന്താണ് ക്യാപിറ്റൽ? സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ടൈം ആക്റ്റീവ് ആണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് നോക്കും. എന്റെ മൈൻഡിൽ ഒന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അങ്ങനെ ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിക്കലാണ്, പിന്നെ അവിടെ വിടൂല. അല്ല, അവൻ സ്റ്റാർട്ടിംഗ് തൊട്ടേ പറയണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒന്നും കൂടി നോക്കാം. എനിക്കും കംഫർട്ടബിൾ ആണ് ഇവര്. അതെ, താഹിറും. പിന്നെ ഞാൻ വർക്ക് ഒക്കെ നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ലാസ്റ്റ് നമ്മൾ ഇതിൽ തന്നെ എൻറ്റപ്പ് ചെയ്യുന്നത്. പക്ഷെ എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു മാസത്തിന് മുകളിലായല്ലോ അല്ലേ, കൺഫേം ആക്കിയിട്ട്. അപ്പോൾ ഇന്നലെ ഇന്നും ക്യാപിറ്റൽ തിയേറ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്താണ് ക്യാപിറ്റൽ പങ്ക്ച്വൽ, ലൈക്ക് പറഞ്ഞ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് കുറേ പേര് അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പങ്ക്ച്വൽ ആയിരുന്നു, കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിലധികം ക്ഷമയുണ്ട്, കാരണം ഞാൻ കുറച്ച് തുള്ളൽ കൂടുതലായിട്ട് ക്ഷമയുള്ള ആൾക്കാരാണ്. അതും എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. വാട്ട് എൽസ്? ക്ഷമയുള്ള മനുഷ്യനാണ്. പിന്നെ വേറെ വർക്ക് ഫോട്ടോസ് ഇപ്പോൾ കാണിച്ചു തന്നതിലൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ച് ഇതായിരുന്നു എന്താവും എന്നുള്ളത്, പക്ഷെ ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിച്ചപ്പോൾ ലൈക്ക് ഇറ്റ് വാസ് ആക്ച്വലി. പിന്നെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് ചെന്നിട്ട് ഞങ്ങൾ റീൽ ചെയ്യും. ഇന്നലത്തെ ഞങ്ങൾ ഇന്ന് കാര്യമില്ല, ഇന്നിപ്പോൾ നമ്മൾ എടുത്തില്ല ഇവിടെ കപ്പിൾ, അത് മാത്രം വെച്ച് റീൽ ചെയ്യാം. പിന്നെ നമുക്ക് നാളേക്ക് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു സാധനം കുറച്ച് സമയങ്ങൾ തരുമ്പോൾ നമുക്ക് അനുസരിച്ചുണ്ടാവും. എന്നാലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് വല്ലാണ്ട് വൈകിക്കൂല കേട്ടോ, ചെയ്തുതരാം. പിന്നെ ഇനിയിപ്പോൾ എന്താ ചോദിക്കാല്ലേ, സഹലിനെ കുറിച്ച് എന്താ പറയല്ലേ? രണ്ടുപേരെ പറ്റി ഞങ്ങൾക്ക് സഹൽ വന്നേക്കുന്നത്, ഞാൻ സഹലെ ഫ്രെയിം ഇവിടുന്ന് വെച്ച് പറയുമ്പോൾ സഹൽ ഇന്നെ നോക്കാം. തൽക്കാലം എന്നോട് പറഞ്ഞു, സഹല് തൽക്കാലം ആരെങ്കിലും ഒരാളെ പേര് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ബോത്ത് ആർ ഗൈഡിങ് റിയലി വെൽ. കറക്റ്റ് ആയിട്ട് എവിടെയാ നിൽക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്, കാരണം ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ഓക്കെ, അങ്ങനെ സാധാരണ ക്യാപിറ്റൽ തിയേറ്ററിന് മാത്രമാണ് പിന്നെ എൻ്റെ വ്ളോഗിലൊക്കെ വരാറുള്ളൂ. ബാക്കിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങനെ വല്ലാണ്ട് വരാറില്ല. ഞാൻ അങ്ങനെ അത് പിന്നെ അങ്ങനെയാണല്ലോ, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോകുന്നതാണ്. പിന്നെ ഞാൻ വിളിക്കലുണ്ട്, ഷോയിൽ ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ എന്നാലും ഞാൻ ചില സ്ഥലത്തൊക്കെ താഹിർ, സഹൽ എന്നൊക്കെ പറഞ്ഞ് പേര് മെൻഷൻ ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് അല്ലേ? ഞങ്ങളും നല്ല ഹാപ്പിയാണ്. പിന്നെ ഒരു ഫംഗ്ഷനിൽ മെയിനായിട്ട് ഇത് തന്നെയാണ്, കപ്പിൾ തന്നെയാണ് മെയിൻ. ഇപ്പം ഇന്നലെ നമ്മളവിടെ വന്നപ്പോഴും നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കോസ്റ്റ്യൂം ഇങ്ങോട്ട് സിങ്കാവാത്ത ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളത് കവർ ചെയ്ത് നല്ല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ ഇന്നലെ തന്നെ ഇവിടെ ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ആൾറെഡി നമ്മൾ സെറ്റാണ്, കാരണം ഇവിടെ നമുക്ക് എങ്ങനെയായാലും ഓക്കെ. അപ്പോൾ ഇവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കപ്പിളിനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഓക്കെ.